ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ സർക്കാരിന് രൂക്ഷ വിമർശനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. നടപടി സ്വീകരിക്കാൻ വൈകിയത് എന്തുകൊണ്ടാണ്? കാലതാമസം എന്തുകൊണ്ടുണ്ടായി? 4 വർഷം എന്തുകൊണ്ടെടുത്തു? കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ക്രൈം മാത്രം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചാൽ മതിയെന്നും കോടതി വ്യക്തമാക്കി. മറ്റ് ശുപാർശകൾ, കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ അന്വേഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള അതിന്മേലുള്ള പരാതികൾ പരിഹരിക്കാനുള്ള പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് ആയിരുന്നു എന്ന്. ഈ ആദ്യ സിറ്റിംഗിനിടെ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നതിനിടെ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായാണ് ഹൈക്കോടതി രംഗത്തെത്തിയത്. ഈ ഒരു കാര്യത്തിൽ, അതായത് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴികൾ നൽകിയവരുടെ പരാതിയിന്മേൽ അല്ലെങ്കിൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്, എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത്. മാത്രമല്ല 2019 ഡിസംബർ 31 ഈ റിപ്പോർട്ട് സർക്കാരിന് മുൻപാകെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിനുശേഷം 4.5 വർഷമായി. ഈ 4.5 വർഷത്തിനിടെ ഇത്രയും ക്രൈം നടന്നിട്ട് എന്ത് നടപടിയാണ്? ഇത്രയും ക്രിമിനൽ കുറ്റങ്ങളാണ് ഉള്ളത്. എന്നിട്ടും 59ഓളം പേർ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് തങ്ങൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായി, അതല്ലെങ്കിൽ തങ്ങൾ തൊഴിലിടത്തിലെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് ഇരയായി, അതല്ലെങ്കിൽ ലിംഗവിവേചനത്തിന് ഇരയായി തുടങ്ങിയ പരാതികളുമായി ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വരുന്നു. ഈ റിപ്പോർട്ടാണ് സർക്കാരിന് മുന്നിലുള്ളത്. എന്നിട്ടും സർക്കാർ എന്ത് നടപടിയാണ് എടുത്തത് എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇതിന് മാത്രമല്ല, ഇതിൽ ക്രിമിനൽ നടപടികളിൽ പോലീസ് എന്ത് നടപടി എടുത്തു എന്നുള്ള കാര്യവും DGP ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞില്ല. പോലീസ് പോലും ഇതിൽ നിഷ്ക്രിയരായി ഇരുന്നു എന്നുള്ള വിമർശനവും കോടതി ഉന്നയിച്ചു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം SITക്ക് ഏൽപ്പിക്കണം. അതായത് ഹേമ കമ്മിറ്റിയിൽ മൊഴികൾ നൽകിയവരുടെ മൊഴിയിന്മേൽ ഉള്ള നടപടികൾ, പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ SITക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ചുമതല ഏൽപ്പിക്കുകയാണെന്ന് ഹൈക്കോടതി അറിയിക്കുന്നു. അതോടൊപ്പം ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം SITയെ ഏൽപ്പിക്കണം. മാത്രമല്ല, SITക്കും ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല. ഉത്തരവാദിത്വത്തോടെ എടുക്കേണ്ട സമയമെടുത്ത് ഈ കേസിൽ നടപടികൾ ഉണ്ടാകണം. ഈ വരുന്ന ഒക്ടോബർ 3 ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം, അതല്ലെങ്കിൽ ഏതൊക്കെ കേസുകളുമായി മുന്നോട്ട് പോകാം, ഏതൊക്കെ കേസുകളിൽ FIR രേഖപ്പെടുത്താം, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി കോടതിയെ അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം SITക്ക് നൽകുക എന്നുള്ള ഉത്തരവാണ് ഹൈക്കോടതി സർക്കാരിനോട് ഉത്തരവിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, SIT പ്രസ് കോൺഫറൻസ് നടത്തുകയോ മറ്റ് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേസുകൾ വിശകലനം ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ മീഡിയയുമായി അത്തരത്തിലുള്ള ഡിസ്കഷനുകൾ നടത്തരുത് എന്നൊരു നിർദ്ദേശം കൂടി കോടതി വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പ്രത്യേകമായി കോടതി സൂചിപ്പിച്ച ഒരു കാര്യം, മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തേണ്ടതോ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതോ സാഹചര്യം ഇവിടെയില്ല. കാരണം മാധ്യമങ്ങൾ ജനാധിപത്യ മര്യാദ അങ്ങേയറ്റം പാലിച്ചാണ് കണ്ടിട്ടുള്ളത്. സോളാർ കേസിൽ പോലും ഇത്തരം, അതായത് രഹസ്യ സ്വഭാവമുള്ള കേസുകൾ രഹസ്യമായി അത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ അങ്ങേയറ്റം മാധ്യമങ്ങൾ അതിന്റെ മര്യാദ പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ മീഡിയയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഭരണപരമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും പാലിച്ചു പോരാനുള്ള മര്യാദ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട് എന്നും ഹൈക്കോടതി ഇതിനിടയിൽ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഈ കേസ് വീണ്ടും ഒക്ടോബർ 3 പരിഗണിക്കുക. ആ ദിവസം കൃത്യമായി SIT ഇതുമായി ബന്ധപ്പെട്ട എന്ത് നടപടികൾ, എന്ത് നീക്കുപോക്കാണ്, തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്ത് നീക്കുപോക്കാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തും.